നിരാശ പിടിച്ചാൽ പിന്നെ വല്ലാത്ത പിശാചായിരിക്കും പിടിക്കണത്. എല്ലാത്തിനും നിരാശ തോന്നുന്നവരുണ്ട്. ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും നിരാശ, ദുഃഖം, ആത്മഹത്യ പ്രവണത കാണിക്കുന്നവരുണ്ട്. ഈ നിരാശയിലേക്ക് പോകാതെ ആശയിലേക്കും പ്രതീക്ഷയിലേക്കും പോകണം. പ്രശ്നങ്ങൾ ഉണ്ടാകും. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ശാന്തമായി അഭിമുഖീകരിക്കണം. നിരാശയിലേക്ക് പോകുന്ന പ്രത്യേകിച്ച് പിന്നീട് അത് ആത്മഹത്യയിലേക്ക് പോകും. പിന്നെ കരച്ചിലിലേക്കും ദുഃഖത്തിലേക്കും വേദനകളിലേക്കും പോകും. നിരാശ തോന്നുന്നവർ, പെട്ടെന്ന് ചെറിയ പ്രശ്നങ്ങളുണ്ടാകും നിരാശ തോന്നുന്നവർ, ജീവിതത്തിൽ പരാജയപ്പെട്ട് നിരാശ തോന്നുന്നവർ, കടക്കെണിയിൽപ്പെട്ട് നിരാശ തോന്നുന്നവർ, രോഗത്തിൽപ്പെട്ട് നിരാശ തോന്നുന്നവർ, വൈകൃതങ്ങളിൽപ്പെട്ട് നിരാശ തോന്നുന്നവർ, മറ്റുള്ളവരിൽ നിന്നുള്ള ക്രൂരതയും ദുഃഖവും വേദനയും അനുഭവിച്ച് നിരാശ തോന്നുന്നവർ, ഇവരൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിയണം. നിരാശ പിശാചിനെ ആട്ടി ഓടിക്കണം. കർത്താവെ, നിരാശയാവുന്ന തീവ്രതമായ നിരാശയിൽ നിന്ന് ഈ മക്കളെ മോചിപ്പിക്കണമേ. ഈ നിരാശയെ ആട്ടി ഓടിക്കണമേ. കർത്താവെ, പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടണമേ. അത് തിന്മയിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ വീഴാതിരിക്കാൻ ഇവരെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ നിരാശയും ദുഃഖവും തോന്നുന്നവർക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കാൻ 9447465414. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.